ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീടിനടുത്തുള്ള അംഗനവാടിയിൽ എത്തിയിരിക്കുകയാണ്. ഇന്നിവിടെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. അതുകൊണ്ട് തന്നെ അമ്മമാരും കുട്ടികളൊക്കെ റെഡ് ഡ്രസ്സും വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കൂട്ടത്തിൽ പീലിയെ എടുത്ത് അങ്ങോട്ട് പൊക്കി വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ പീലിനെ കാണുമ്പോൾ കരഞ്ഞാണ് കാണാറ്. ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ്. കുഞ്ഞുങ്ങളോടൊത്ത് ക്രിസ്മസ് ആഘോഷിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. എന്നാലും ഞാനിവിടെ എത്താനായിട്ട് വൈകി കേട്ടോ. ഇന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ എന്നോട് അംഗൻവാടി ടീച്ചർ പറഞ്ഞിരുന്നു ഇന്ന ടൈമിലാണെന്നൊക്കെ. പക്ഷെ ആ ഒരു ടൈമിലൊന്നും എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല കേട്ടോ. അപ്പോൾ വന്നപ്പോൾ കണ്ട കാഴ്ചകൾ മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ വൈറ്റ് ഡ്രസ്സ് ഇട്ട് റെഡ് ഷോൾ ഇട്ടതാണ് കേട്ടോ നമ്മുടെ അംഗൻവാടി ടീച്ചർ. അപ്പോൾ ഇവിടെ ക്രിസ്മസ് ട്രീ അതുപോലെ പുൽക്കൂടൊക്കെ നല്ല ഭംഗിയായിട്ട് അമ്മമാരും കുട്ടികളും കൂടി അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഗിഫ്റ്റ് എക്സ്ചേഞ്ചൊക്കെ ഉണ്ടായിരുന്നു, കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞു പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ ഇന്നത്തെ ഈ ആഘോഷം. അപ്പോൾ കുറച്ച് സമയം എനിക്ക് കുട്ടികളുടെ കൂടെയൊക്കെ നിൽക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങോട്ട് പുൽക്കൂട് അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് കിട്ടിയില്ല കേട്ടോ. എവിടെ നിന്നാ കിട്ടും എന്നൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ നോക്കി ഞാൻ ഒന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ ഒന്ന് എടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾ ഈ വർണ്ണപ്പകിട്ടും കാര്യങ്ങളും ബലൂണും ഒക്കെ കണ്ടും കഴിഞ്ഞ് ഇങ്ങനെ മയങ്ങി നിൽക്കുകയാണ് കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ ഈ അംഗൻവാടിയിൽ അതിലേ പോകുമ്പോൾ തന്നെ കുട്ടികളുടെ കരച്ചിലും ചിണുങ്ങലും ഒക്കെ കേൾക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് നല്ല സന്തോഷത്തിലാണ്. ഇതാ കുട്ടികൾ എനിക്കൊരു തൊപ്പി തന്നപ്പോൾ തൊപ്പി എടുത്ത് തലയിൽ വെച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പോസ് ചെയ്തതാണ് കേട്ടോ. ഇഷ്ടമായെങ്കിൽ പറയണേ. കരച്ചിലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. ഇതേ പീലിയുടെ സന്തോഷമൊക്കെ പോയി. ഇപ്പോൾ വല്ലാത്ത കരച്ചിലാണ് കേട്ടോ. അമ്മയെ കാണാനില്ല, അമ്മയുടെ അടുത്ത് പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് കൊണ്ടുവന്നാക്കി തരാൻ പറയാണ് കേട്ടോ. അപ്പോൾ അമ്മ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എന്നോട് കൊച്ച് അമ്മയുടെ അടുത്ത് കൊണ്ടുപോകുമോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കരഞ്ഞത്. അങ്ങനെ ഒരു വിധത്തിലൊക്കെ ഞങ്ങൾ ആശ്വസിപ്പിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ ക്രിസ്മസ് ആഘോഷമൊക്കെ എവിടെ വരെയായി എനിക്ക് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ, മറക്കല്ലേ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. പിന്നെയുണ്ടല്ലോ, ഞാൻ വീട്ടിലേക്ക് വന്നു. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കിടിലൻ ഐറ്റം ഉണ്ടാക്കി നോക്കണം. ക്രിസ്മസൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു രസമൊക്കെ വേണ്ടേ അല്ലേ. അടുക്കളയിൽ നമുക്ക് സ്റ്റാർ ആവാൻ പറ്റിയ ഒരു വിഭവം തന്നെ ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് കുട്ടി കേക്കുകളാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് മുട്ട എടുത്തിട്ടുണ്ട്, ഒരു ഡയറി മിൽക്ക്, ഒറിയോ ബിസ്ക്കറ്റ്, മൈദ, പാല്, പഞ്ചസാര, ബേക്കിംഗ് സോഡ, ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. വെജിറ്റബിൾ ഓയിലും നമുക്ക് വേണം. അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ജാർ അങ്ങോട്ട് വെച്ചിട്ട് ഒരു മുട്ട അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 4 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, അതുപോലെ തന്നെ 8 സ്പൂൺ മൈദ, അതുപോലെ 6 സ്പൂൺ പഞ്ചസാര, പിന്നെ 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 സ്പൂൺ വാനില എസൻസ്, ഇതെല്ലാം നമുക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിൽ നമ്മൾ മൈദയും സോഡാപ്പൊടിയും ഒഴുകിയുള്ള സാധനങ്ങളെല്ലാം ഇട്ടും കഴിഞ്ഞിട്ട് നല്ല പോലെ അങ്ങോട്ട് അടിച്ചെടുത്തേക്കാണ് കേട്ടോ. ആ അടിച്ചെടുത്ത മിക്സ് നമ്മളിത് അരിച്ചെടുത്തും കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒഴിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒഴിച്ച് വെച്ചിരിക്കുന്ന ആ മിക്സിലേക്കാണ് നമ്മൾ മൈദ ഇട്ട് ഇളക്കുന്നത്. മൈദയും സോഡാപ്പൊടിയും നമ്മൾ അതിലേക്കാണ് അളന്നിട്ടും കഴിഞ്ഞിട്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല പോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈദ ഇട്ടതിന് ശേഷം നമ്മൾ ഒരുപാട് അങ്ങോട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് യോജിച്ചൊന്ന് വന്നാൽ മതി. അതൊരു സ്പൂൺ കൊണ്ടായാലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ മൈദയാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ മൈദ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഗോതമ്പ് പൊടിയും വെച്ചും കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഗോതമ്പ് പൊടി ഇട്ട് ഉണ്ടാക്കി കഴിഞ്ഞാലും ഇതുപോലെ തന്നെ നല്ല ഒരു കേക്ക് ആയിട്ട് മാറും. പക്ഷേ മൈദയ്ക്കാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അതായത് രുചി കൂടാനായിട്ട് മൈദയാണ് നല്ലത്. പക്ഷേ ആരോഗ്യത്തിന് നല്ലത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ എന്തായാലും മക്കൾക്ക് ഇത്തിരി രുചിയായിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മൈദ ചേർത്തും കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. ഇനി നമ്മൾ ഒറിയോ ബിസ്ക്കറ്റ് ലേശം പാലൊഴിച്ചൊന്ന്
കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സ്പൂൺ വെച്ച് കഴിഞ്ഞിട്ടൊന്ന് ഇങ്ങനെ യോജിപ്പിച്ച് നോക്കുകയാണ് കേട്ടോ. എന്നാലും ഇത് അങ്ങനെ അങ്ങോട്ട് സ്മൂത്ത് ആവുന്നില്ല. ഇതിന് കുറച്ച് ഉണ്ടയും പിടിയും കട്ടയും പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ മിക്സ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ലേശം ഒഴിച്ചും കഴിഞ്ഞിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ 2 സ്പൂണാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. ആദ്യം ഒരു സ്പൂൺ ഒഴിച്ചും കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒന്ന് കലക്കി നോക്കാം. എന്നിട്ട് നമുക്കത് പോരാന്ന് തോന്നണമെങ്കിൽ ഒരു സ്പൂണും കൂടി ഇതിൽ നിന്ന് തന്നെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടും അതങ്ങോട്ട് ശരിക്കും മിക്സായി അങ്ങോട്ട് വന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനത് മിക്സിയുടെ ജാറിലിട്ടും കഴിഞ്ഞിട്ട് ഒന്ന് കറക്കി നല്ല സ്മൂത്താക്കി എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോഴാണ് അത് നല്ല ക്രീം പോലെ ആയിട്ട് അങ്ങോട്ട് ഇരിക്കുന്നത്. അതിന് മുന്നേ അത് കട്ട കിട്ടിയ പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇതാ മുത്തൊക്കെ വന്നിട്ടുണ്ട്. അമ്മേ ഞാനും ഒഴിച്ചു തരാം, ഞാനാക്കി തരാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചും കഴിഞ്ഞ് തിളപ്പിച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലിതാ വെജിറ്റബിൾ ഓയിൽ നമ്മളിങ്ങനെ പുരട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് യൂസ് ചെയ്ത ആ 4 സ്പൂൺ ഓയിലും വെജിറ്റബിൾ ഓയിൽ തന്നെയാണ് കേട്ടോ ആയിരുന്നത്. അപ്പോൾ അത് വെച്ച് തന്നെ വേണം ഇത് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ഇത് നല്ല പോലെ ചൂടായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചിഞ്ചുവിനും ഭയങ്കര കൗതുകമായിട്ടാണ്. അപ്പോൾ ചിഞ്ചും ഇപ്പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. മുത്താണ് കേട്ടോ ഇതിലേക്ക് ഇങ്ങനെ കോഴി അങ്ങോട്ട് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഇഡ്ഡലിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന പോലെ തന്നെയാണ് ഈ മിക്സ് നമ്മളങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് നല്ല ഒരു ലൈറ്റ് യെല്ലോ കളറാണ് കേട്ടോ ഉണ്ടാവുക. അങ്ങനെ അത് കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നു, നിറച്ചൊഴിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് ചാലിച്ച് വെച്ചിരിക്കുന്ന ആ ക്രീം ഉണ്ടല്ലോ അടിച്ചെടുത്തത്, അത് കുറച്ച് നമ്മളങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വീണ്ടും അതിന് മുകളിലേക്ക് നമ്മൾ ഈ മിക്സ് തന്നെ, ഈ ലൈറ്റ് യെല്ലോ കളർ മിക്സ് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഈർക്കിലിയോ അല്ലെങ്കിൽ നമ്മുടെ പപ്പടം കുത്തിയോ എന്തെങ്കിലും ഒരു സാധനം വെച്ചും കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ്, അതായത് ഇഷ്ടമുള്ള ഡിസൈൻ അങ്ങോട്ട് നമുക്ക് വരച്ചങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലവർ മതി എന്നാണ് കേട്ടോ മുത്തിനോട് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയും നമുക്ക് വരയ്ക്കാൻ അറിയില്ലെങ്കിലും നമുക്ക് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ചീറ്റിച്ചാൽ മതി. അപ്പോൾ എന്തെങ്കിലും ഒരു രൂപമായിട്ട് വരും, അതിനും ഒരു ഭംഗി തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് വരച്ചപ്പോൾ എനിക്ക് തോന്നി നല്ല ഭംഗിയായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ വല്ലാത്ത ഇഷ്ടമായിരിക്കുമല്ലേ. പിന്നെ അത് മാത്രമല്ല, ഇത് ഇപ്പോൾ ഇങ്ങനെ നിറഞ്ഞൊന്നും അങ്ങനെ നിൽക്കുന്നില്ല. ഇനി നല്ല പോലെ വീർത്ത് നല്ല സ്പോഞ്ച് പോലെയുള്ള കേക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഇഷ്ടമായിരിക്കില്ലേ. അപ്പോൾ കൊച്ചു കുട്ടികളാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. അപ്പോൾ ഞങ്ങൾ 2 തട്ടും ഞങ്ങളിതാ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുക 2 തട്ട് കേക്ക് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കൂടുതൽ വേണമെന്നുള്ളവർ ഈ ക്വാണ്ടിറ്റി ഒക്കെ അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ക്രിസ്മസ് കാലമാണ്, ന്യൂ ഇയർ കാലമാണ്, വെക്കേഷനാണ്. അപ്പോൾ മക്കളെയൊക്കെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഓരോ പലഹാരമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവരുടെ മുന്നിൽ അങ്ങോട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അവർക്കും തോന്നണം എൻ്റെ അമ്മ സൂപ്പറാണ് മക്കൾ തിന്നും കഴിഞ്ഞിട്ട് പറയാനായിട്ടുള്ളൊരു ചാൻസൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് എല്ലാം കടയിൽ നിന്ന് തന്നെ വാങ്ങാതെ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നമുക്ക് ചെയ്തു നോക്കി വിജയിക്കണ്ടേ. അങ്ങനെ നമുക്ക് കിച്ചണിലും നല്ല സ്റ്റാറായിട്ട് തിളങ്ങി വിളങ്ങി അങ്ങോട്ട് നിൽക്കാം. അപ്പോൾ ഇങ്ങനെ ഇത് ശരിയായിട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ സന്തോഷമാണ് കേട്ടോ. കാരണം ഇന്ന് രമേശ് ഏട്ടൻ വരുമ്പോൾ എന്തായാലും ചായയും കേക്കും ഒക്കെ കൊടുക്കാമല്ലോ. അപ്പോൾ രമേശ് ഏട്ടനും സന്തോഷവും ആഹാ ഇതറിഞ്ഞെങ്കിൽ, അതും ചിലവ് കുറഞ്ഞ സാധനങ്ങളാണ് കേട്ടോ. ഇതറിഞ്ഞെങ്കിൽ ഇനിയും ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിത്തരാമല്ലോ, ഉണ്ടാക്കാനായിട്ട് അറിയുമോ എന്നൊക്കെ ചോദിക്കും ഇന്ന് എന്തായാലും. കാരണം ഞാൻ ക്ലാസ്സിന് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു എന്ന് ഇന്നലെ വലിയ സ്റ്റൈലായിട്ട് പറഞ്ഞതാണ്. എന്നിട്ടൊന്നും ഉണ്ടാക്കിയില്ലല്ലോ എന്ന് വിചാരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ മുത്ത് തന്നെയാണ് കേട്ടോ ഈ ഡിസൈനൊക്കെ ചെയ്യുന്നത്. ചിഞ്ചുവിനും കൊടുക്കുന്നില്ല, ചിഞ്ചു ഒരെണ്ണം ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അത് ഇനി വേറെ ഉണ്ടാക്കുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് മുത്ത് അങ്ങോട്ട് ചെയ്ത് ശരിയാക്കട്ടെ എന്നങ്ങോട്ട് വിചാരിച്ചു ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കിച്ചണിലൊക്കെ നിന്നും കഴിഞ്ഞ് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ശരിക്കും മനസ്സിലായിട്ടാ ക്രിസ്മസ് വന്നു. കാരണം ഓരോ ആഘോഷങ്ങൾ വരുമ്പോൾ അങ്ങനെയാണ് അല്ലേ നമുക്ക്. കാരണം നമ്മൾ പുതിയ പുതിയ വിഭവങ്ങളൊക്കെ പരീക്ഷിക്കുക ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും. നല്ല രീതിക്ക് തന്നെ ഇതിങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. പൊന്തി വിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ, അങ്ങറ്റത്തൊരെണ്ണം. അങ്ങനെ നല്ല സ്പോഞ്ച് പോലെയാണ് കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നല്ല സന്തോഷം.
ഇനി അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നത് ഓരോന്ന് മിക്ക ദിവസമായിട്ട് അങ്ങോട്ട് പരീക്ഷിച്ച് അങ്ങോട്ട് നോക്കണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇതെന്തായാലും വിജയിച്ചിട്ടുണ്ട്. ഇതാ നല്ല പോലെ പൊങ്ങി വീർത്ത് ഉണ്ടപ്പായിട്ടാണ് കേട്ടോ അതിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ കുട്ടി കേക്ക് അങ്ങോട്ട് ഇതാ സ്പൂൺ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊന്ന് അടർത്തി ചൂടുണ്ട് കേട്ടോ. ഞാൻ ഊതിയും കഴിഞ്ഞിട്ട് ഒന്ന് കഴിച്ച് നോക്കുകയാണ് കേട്ടോ. നല്ല മധുരവും നല്ല സ്മൂത്തും ഒക്കെയാണ്. നല്ല പോലെ വെന്തിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി തണുത്തിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി രസമായിരിക്കും. അപ്പോൾ ഇങ്ങനെ അമക്കി നോക്കിയതാണ് ഞാൻ സ്പൂൺ കൊണ്ട്. നമ്മൾ അമക്കി നോക്കുമ്പോൾ ഇങ്ങനെ മുകളിലേക്ക് പൊന്തി തന്നെ വരും കേട്ടോ. അത്ര രസത്തിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്ര എണ്ണമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പറ്റിയത്. രമേശേട്ടൻ വന്ന പാടത്ത് തന്നെ കുട്ടികൾ വിളിച്ച് കൈയൊക്കെ കഴുകിപ്പിച്ച് ഓടിക്കൊണ്ടുവന്ന് വാ അച്ഛാ നമുക്കിത് കഴിക്കാം, എന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്താൽ മതി എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് പിടിച്ച് വലിച്ച് ഡൈനിങ് റൂമിൽ കൊണ്ടുവന്ന് അങ്ങോട്ട് ഇരുത്തിയിട്ടാ. അപ്പോൾ ഇതിങ്ങനെ ഞെക്കി ഞെക്കി നോക്കുകയാണ് കേട്ടാ. നല്ല സ്മൂത്താണല്ലോ. അങ്ങനെ ഞങ്ങളിത് കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ രമേശേട്ടനും വളരെ ഇഷ്ടമായിട്ടാ കേക്ക്. അപ്പോൾ എന്നോട് പറയാണ് ഇനിയും എന്തെങ്കിലും ക്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ നീ പോയിക്കോ, അപ്പോൾ അതൊക്കെ പഠിച്ചെടുക്കാമല്ലോ, അപ്പോൾ ഇങ്ങനെ പരീക്ഷിച്ചൊക്കെ നോക്കാം, ഞങ്ങൾക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്കും കണ്ടപ്പോൾ ഈ വിഭവം നല്ല ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ക്രിസ്മസിന് പറ്റിയില്ലെങ്കിൽ തന്നെ ഈ വെക്കേഷൻ ഇങ്ങനെ കിടക്കല്ലേ, അതിലേതെങ്കിലും ഒരു ദിവസം ഇതും ഒന്ന് പരീക്ഷിച്ചൊക്കെ നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ വാളരിപ്പയർ നിറയെ പൂവിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് മറക്കരുത് കേട്ടോ. നമുക്ക് ഓരോ ദിവസവും പുതിയ പുതിയ കൂട്ടുകാർ വരുന്നത് ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്. സ്വപ്ന ലോകത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഹാപ്പി ക്രിസ്മസ്.